വളരെ കുറഞ്ഞ ചേരുവ കൊണ്ട് കൂടുതൽ രുചിയിലൊരു മുരിങ്ങയില തോരനുണ്ടാക്കിയാലോ? അതിന് ഈ ഒരു ചേരുവ കൂടി ചേർത്താൽ മാത്രം മതി കേട്ടോ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലായിടവും നല്ല കാറ്റും മഴയൊക്കെയാണല്ലേ. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം കാറ്റത്തും മഴയത്തും ഒടിഞ്ഞു വീണ ഒരു വലിയ മുരിങ്ങയിലയുടെ ഒരു കൊമ്പാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറേ ഇല ഊരി എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് നമ്മൾ ഒഴിച്ചു കറിയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ബാലൻസ് ഇത്രയും ഇലയുണ്ട്. എന്നാൽ പിന്നെ നമുക്കൊന്ന് തോരൻ വെച്ചാലോ? സാധാരണയായിട്ട് നമ്മൾ മുരിങ്ങയിലയൊക്കെ തോരൻ വെക്കുമ്പോൾ വലിയ ഇതളാണെങ്കിലുണ്ടല്ലോ കട്ട് ചെയ്തിടും കേട്ടോ. ഇത് നല്ല കുഞ്ഞു കുഞ്ഞു ഇതളായതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മുരിങ്ങയിലെല്ലാം നന്നായിട്ടൊന്ന് കഴുകി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് ചൂടായി വരുമ്പോഴത്തേക്കും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ അടുത്തത് കടുവറക്കൽ പരിപാടിയാണ്. അപ്പോൾ ആദ്യം തന്നെ കടുകിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഒന്നുകിൽ അരിയോ അല്ലെങ്കിൽ ഉഴുന്ന് പരിപ്പോ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ അരി ആയതുകൊണ്ട് തന്നെ എല്ലാം നല്ല രീതിക്കൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് ഇതൊന്ന് വറുത്തെടുക്കാം. വറുത്തെടുത്തിട്ട് ഇനി ഇതിലേക്കുണ്ടല്ലോ ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉണക്കമുളകും ഇട്ട് കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതെല്ലാം ഒന്ന് കളർ മാറി വരുന്നുണ്ടേ. ഇനി നമുക്കിതിലേക്കുണ്ടല്ലോ ഒരു 4-5 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. വെളുത്തുള്ളിയുടെ പച്ചമണം മാറി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കൊച്ചുള്ളി അരിഞ്ഞതോ അല്ലെങ്കിൽ കൊച്ചുള്ളി ഇല്ലെങ്കിൽ സവാള അരിഞ്ഞതോ ഇതുപോലൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഉണ്ടല്ലോ നല്ല രീതിക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നന്നായിട്ട് നമുക്കിതെല്ലാം ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ നിങ്ങളിതിൽ വേറെയും വീഡിയോസൊക്കെ ഉണ്ട്, ഒന്ന് കണ്ടു നോക്കുക. ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. നമ്മുടെ ഉള്ളിയെല്ലാം നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കഴുകി തോർത്തി വെച്ചേക്കുന്ന മുരിങ്ങയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുരിങ്ങയില ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ മുരിങ്ങയിലയെല്ലാം നന്നായിട്ട് വാടി അതിൻ്റെ അളവ് പകുതിയായി മാറും കേട്ടോ. അപ്പോൾ നമ്മുടെ മുരിങ്ങയിലയെല്ലാം ഒന്ന് ആ എണ്ണയിൽ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമ്മളിതിൽ പറഞ്ഞല്ലോ ആദ്യം തന്നെ ഒരു ചേരുവ ചേർക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ. ഇത് വേറൊന്നുമല്ല, ചെറുപയർ പരിപ്പാണ് കേട്ടോ. നമ്മൾ പരിപ്പൊക്കെ വെക്കുന്ന ട്രിവാൻഡ്രം സ്റ്റൈൽ പരിപ്പ് കറിയൊക്കെ വെക്കുന്ന അതേ പരിപ്പ് തന്നെ ചെറുപയർ പരിപ്പ്. അപ്പം നമ്മളതൊരു 1/4 ഭാഗം, നല്ലോണം വേവിക്കാൻ പാടില്ല, ഒരു 1/4 ഭാഗത്തോളം അല്ലെങ്കിൽ സാധാ രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. എന്നിട്ടുണ്ടല്ലോ അത് വെള്ളമെല്ലാം മാറ്റിയിട്ട് ആ ചെറുപയർ പരിപ്പ് നമുക്കിതിലേക്ക് തട്ടി കൊടുക്കാം. ഈ ചെറുപയർ പരിപ്പ് തട്ടിയിട്ട് നമ്മളത് ഉപ്പിട്ട് വേവിച്ചത് കൊണ്ട് തന്നെ മുരിങ്ങയിലയ്ക്ക് വേണ്ടി മാത്രം കുറച്ച് ഉപ്പൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് ഗുണങ്ങളുള്ളതാണ് കേട്ടോ ചെറുപയർ പരിപ്പ്. അതിൻ്റെ കൂടെ തന്നെ ഒത്തിരി ഗുണമുള്ള മുരിങ്ങയിലയും കൂടെ ചേരുമ്പോൾ ഉണ്ടല്ലോ ഈ തോരന് ഇരട്ടി രുചിയായിരിക്കും, ഇരട്ടി ഗുണമായിരിക്കും. അപ്പം നമുക്ക് പരിപ്പ് മുരിങ്ങയിലെല്ലാം കൂടെ ഒന്ന് ഇളക്കി അവിടെ വെച്ച് കൊടുക്കാം. ഈ സമയം കൊണ്ട് അരപ്പിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്താൽ മതി. ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഇത്തിരി ജീരകവും ഇത്തിരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ മുളക് പൊടിക്ക് പകരം ഉണക്കമുളക് വേണേലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്കൊന്ന് തോരന് ചതച്ചെടുക്കാം. നമ്മുടെ തോരൻ്റെ അരപ്പൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ മുരിങ്ങയിലയും പരിപ്പും ഒന്നുകൂടെ ഒന്ന് വാടി പരിപ്പെല്ലാം നന്നായിട്ട് വെന്ത് മുരിങ്ങയിലയും ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മുടെ അരപ്പെല്ലാം ഇട്ട് കൊടുക്കാവേ. അരപ്പിട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ തോരനുണ്ടല്ലോ നല്ല കുഴഞ്ഞ പരുവത്തിലാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വേണേലും എടുത്താലും നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനും നല്ലതാണ്. ഡ്രൈ ആയിട്ടും എടുക്കാം. അപ്പോൾ നമുക്കിനി എന്തായാലും ഈ അരപ്പൊക്കെ ഒന്ന് ചൂടാവാനായിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്നപ്പോഴത്തേക്കും ഉണ്ടല്ലോ തോരനെല്ലാം നല്ല രീതിക്ക് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കൂടാതെ തന്നെ ഉണ്ടല്ലോ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ നമ്മുടെ തോരന്. അപ്പം നമുക്ക് കഞ്ഞിയുടെ കൂടെ കഴിക്കാനായിട്ടും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ടും ഈ തോരൻ അടിപൊളിയാണ്. വേണമെങ്കിൽ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ഡ്രൈ റെസിപ്പി ആയിട്ടും ഇത് യൂസ് ചെയ്യാം. അപ്പോൾ തണുത്തതിന് ശേഷം നമ്മുടെ തോരനൊക്കെ ഒരു പാത്രത്തിലോട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഒന്ന് ഈ റെസിപ്പി ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങളും അറിയിക്കുക. അപ്പോൾ പിന്നെ നമ്മുടെ സ്പെഷ്യൽ ലഞ്ച് ഇന്ന് ഇതാണ് കേട്ടോ, മുരിങ്ങയില തോരനും പുളിശ്ശേരിയും. എന്നാൽ പിന്നെ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു.